ബിന്ദുവിനെ കണ്ട ശേഷം സണ്ണി ജോസഫ് സംസാരിക്കുന്നു. അവരെയും അവഹേളിക്കുന്ന രൂപത്തിൽ, ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ ഈ കുടുംബത്തിനാകെ വലിയ പ്രയാസം. ആ മകളിപ്പോൾ പറഞ്ഞത് നമ്മൾ കേട്ടു. പോലീസിനെതിരെ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനെ ഒരു കാര്യം വന്നാൽ ചെയ്യുന്നത് എന്താണ്? തിരുവനന്തപുരത്തുകാരിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി ഒരു പരാതി, വിശദമായൊരു പരാതി കൊടുത്തിട്ടൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ബിന്ദു പ്രതിയായിട്ടാണ് ആ FIR കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ ബിന്ദുവിന്റെ നിരപരാധിത്വം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു ഫൈനൽ റിപ്പോർട്ട് പോലീസ് കൊടുത്തിട്ടില്ല. കൊടുക്കണം. DGPക്ക് പരാതി കൊടുത്തു. ഈ തെറ്റായിട്ടുള്ള രൂപത്തിൽ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും അവഹേളിക്കുകയും മക്കളെ ഉൾപ്പെടെ കേസിലേക്ക് വലിച്ചഴക്കുകയും മക്കളെ കള്ളിയുടെ മക്കൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ഭർത്താവിനും മക്കൾക്കെല്ലാം വലിയ മാനസിക പീഡനം ഉണ്ടാക്കുകയും ചെയ്ത ബിന്ദുവിന് ഭക്ഷണം പോലും കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണം. അവരെ നിലനിർത്തിക്കൊണ്ട് അന്വേഷിക്കുകയല്ല, അവരെ ഈ പദവിയിൽ നിന്ന്, ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി സത്യസന്ധമായൊരു അന്വേഷണം വേണം. ഇവർക്കുണ്ടായിട്ടുള്ള നഷ്ടത്തിന് പരിഹാരം കൊടുക്കണം. ഈ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഐക്യജനാധിപത്യ മുന്നണിയും പൂർണ്ണമായിട്ടുള്ള പിന്തുണ ബിന്ദുവിന് കൊടുക്കുകയാണ്. നീതിക്ക് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു, അദ്ദേഹത്തിന്റെ വകുപ്പിൽ നടന്നിട്ടുള്ള ഈ അന്യായം, ഈ അനീതി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരം ഉണ്ടായില്ല എന്നത് പ്രതിഷേധാർഹമാണ്. സർക്കാരിന്റെ 4ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന കഥകളാണ്, സംഭവങ്ങളാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ആവർത്തിച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിലുള്ള ബിന്ദുവിന്റെയും മക്കളുടെയും ഭർത്താവിന്റെയും എല്ലാം വേദനയിൽ ഞങ്ങളും പങ്കുചേരുകയാണ്.